ചരിത്രം ചിലപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യരിലൂടെയാണ് ശരിയായ വഴി കണ്ടെത്തുക. 1939 മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ നാസി അനുകൂലികളുടെ ആർപ്പുവിളികൾ കേട്ട അതേ നഗരത്തിൽ 2026 ഒരു ഇന്ത്യൻ വംശജനായ യുവ മേയർ ഒറ്റയ്ക്ക് നിന്ന് വംശീയതയോട് നോ പറയുന്നു. അയാളുടെ പേര് സൊഹ്റാൻ മംദാനി. ആഗോള പ്രതിച്ഛായ ലക്ഷ്യമിട്ട് RSS ന്യൂയോർക്ക് നഗരത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന യൂണിവേഴ്സൽ വൺനെസ് സെലിബ്രേഷൻ എന്ന മനോഹരമായ പേരിന് പിന്നിലെ വേർതിരിവിൻ്റെ രാഷ്ട്രീയത്തെ ഭയമില്ലാതെ മുഖത്തു നോക്കി തുറന്നു കാട്ടുന്നു മംദാനി. ഇന്ത്യൻ ഹിന്ദുത്വത്തിൻ്റെ സേനാനായകനായ മോഹൻ ഭാഗവതിനോട് നിങ്ങൾ എൻ്റെ നഗരത്തിലെത്തി ആളെ കൂട്ടുന്നതിനോട് എനിക്ക് യോജിപ്പില്ലെന്ന് പറഞ്ഞകലുന്നു അവിടുത്തെ നഗരപിതാവ്. ഉലകമൊട്ടുക്ക് അംഗീകരിക്കപ്പെടാനുള്ള RSSൻ്റെ കവിഞ്ഞ മോഹത്തിൻ്റെ കരണത്തടിക്കുകയാണ് ന്യൂയോർക്ക് മേയർ. മംദാനിയുടേത് വെറുമൊരു പ്രസ്താവനയല്ല, അത് ധാർമ്മിക രാഷ്ട്രീയത്തിൻ്റെ മാനവിക മൂല്യങ്ങളുടെ ചാഞ്ചല്യമില്ലാത്ത പ്രഖ്യാപനമാണ്. നിങ്ങൾ കാണുന്നത് മീഡിയ വണ്ണൊപ്പം നിലപാട്. സ്വാഗതം. മംദാനിയുടെ വാക്കുകളിൽ ഒരു ആഴമുള്ള വ്യക്തിഗത സത്യസന്ധതയുണ്ട്. തൻ്റെ അമ്മയുടെ കുടുംബം ഇപ്പോഴും ഇന്ത്യയിലാണെന്നും താൻ വളർന്നത് ബഹുസ്വരതയും എല്ലാവരുടെയും ഉൾച്ചേരലിലും വിശ്വസിക്കുന്ന ഒരു മതേതര റിപ്പബ്ലിക്കിൻ്റെ ദർശനത്തിലാണെന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ അതൊരു രാഷ്ട്രീയക്കാരൻ്റെ സൂക്ഷ്മമായ തെരഞ്ഞെടുത്ത വാചകങ്ങൾ മാത്രമായിരുന്നില്ല. അത് സ്വന്തം വേരുകളോട് കൂറു പുലർത്തുന്ന ഒരു മനുഷ്യൻ്റെ നെഞ്ചിൽ നിന്ന് വന്ന ശബ്ദമായിരുന്നു. ഏത് രാജ്യത്തായാലും വിവേചനം അടിസ്ഥാനമാക്കുന്ന ദർശനങ്ങളുടെ ഉയർച്ച തന്നെ അസ്വസ്ഥനാക്കുന്നുവെന്ന് പറയാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നത് അസാധാരണമായ രാഷ്ട്രീയ കൃത്യതയാണ്. RSSൻ്റെ പരിപാടി തടയാൻ തനിക്ക് പരിമിതിയുണ്ട് എന്ന കാര്യം അദ്ദേഹം സത്യസന്ധമായി അംഗീകരിച്ചു. അത് ഭരണപരമായ പരിമിതിയാണ്. എന്നാൽ ധാർമ്മികമായ നിലപാടിൽ ഒരു തരി പോലും വിട്ടുവീഴ്ച ചെയ്തില്ല മംദാനി. ഈ ധൈര്യത്തിന് അമേരിക്ക മുഴുവൻ ഇന്ന് കൈയടിക്കുന്നു. 61 സിവിൽ റൈറ്റ്സ് മത സാമൂഹിക സംഘടനകൾ മംദാനിയുടെ നിലപാടിനൊപ്പം അണിനിരന്നു. ദലിത്, സിഖ്, മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു സമുദായങ്ങളിലെ നേതാക്കൾ ഒരേ സ്വരത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പിന്തുണച്ചു. RSSൻ്റെ വിദ്വേഷ പ്രത്യയശാസ്ത്രം ദക്ഷിണേഷ്യൻ സമൂഹങ്ങളെ വർഷങ്ങളായി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. 1000-ലധികം പേർ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിക്ക് കത്തയച്ച് മോഹൻ ഭഗവതിൻ്റെ വീസ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടത് യാദൃച്ഛികമല്ല. ഇത് ഒരു സംഘടനയ്ക്കെതിരെയുള്ള ആഗോള അമർഷത്തിൻ്റെ പ്രതിഫലനമാണ്. ഇതിനെല്ലാം മറുപടിയായി RSS നിരത്തുന്നത് ഉൾച്ചേരൽ, പരസ്പര സംഭാഷണം, ബഹുസ്വര സംസ്കാരം എന്നീ വാക്കുകളൊക്കെയാണ്. എന്നാൽ ആ വാക്കുകൾക്കും പ്രവർത്തനങ്ങൾക്കുമിടയിലുള്ള ദൂരത്തെ ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആൾക്കൂട്ടാക്രമണങ്ങൾ, പൗരത്വ നിയമങ്ങൾ, അതിലെ വിവേചനങ്ങൾ, ഹിന്ദുത്വ അജണ്ടയിൽ അധിഷ്ഠിതമായ ഭരണകൂട നയങ്ങൾ, ഇവയെല്ലാം വസുധൈവ കുടുംബകമെന്ന മുദ്രാവാക്യത്തിന് പിന്നിൽ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് എത്ര വലിയ അപഹാസ്യതയാണെന്ന് മനുഷ്യർക്കറിയാം. വിഭാഗീയ രാഷ്ട്രീയത്തിൻ്റെ 100 വർഷത്തെ ചരിത്രമുള്ള ഒരു സംഘടന ഒറ്റ രാത്രിയിൽ സാർവത്രിക ഐക്യത്തിൻ്റെ പ്രവാചകനായി മാറുമോ? ഒരിക്കലുമില്ല. അത് തിരിച്ചറിയുന്ന ലോകത്തിൻ്റെ നായകരൂപമായി മാറുന്നു മംദാനി. ജാതി, മതം, വംശം എന്നിവയ്ക്ക് അതീതമായി മനുഷ്യത്വത്തിൻ്റെ ഭാഷ സംസാരിക്കുന്ന ഒരു നേതാവിന് ലഭിക്കുന്ന അപൂർവമായ വിശ്വാസ്യത. ഈ ധാർമ്മിക വ്യക്തതയുടെ ഏറ്റവും ഉജ്ജ്വലമായ തെളിവ് കാണുന്നത് മംദാനിയുടെ ഇസ്രായേൽ നിലപാടിലാണ്. നെതന്യാഹുവിനെതിരായ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി വാറണ്ട് ഫെഡറൽ ഗവൺമെൻറ് നടപ്പിലാക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അധികാര രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് കീഴടങ്ങാത്ത അപൂർവ നിലപാടിൻ്റെ അടയാളം. ഈ ധൈര്യത്തിന് അമേരിക്കൻ ജനത പ്രതികരിച്ചതും അതേ അസാധാരണത്വത്തിലാണ്. അമേരിക്കൻ ജൂതരുടെ ഇടയിൽ നടത്തിയ ഒരു സർവേയിൽ പോലും നെതന്യാഹുവിനേക്കാൾ കൂടുതൽ പ്രീതി മംദാനിക്ക് കിട്ടി. അത് ചരിത്രപരമായ ഒരു മാറ്റമാണ്. ഗസയിലെ യുദ്ധത്തിനെതിരെ അമേരിക്കയിൽ വളർന്നു വരുന്ന മനസാക്ഷിയുടെ ശബ്ദമായി അദ്ദേഹം മാറിക്കഴിഞ്ഞു. നെതന്യാഹു തന്നെ ഇത് അംഗീകരിക്കുന്നു എന്നതാണ് വലിയ സാക്ഷ്യപത്രം. ട്രംപിനേക്കാൾ മംദാനിയുടെ എതിർപ്പാണ് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇപ്പോൾ കൂടുതൽ പ്രയോജനകരമെന്ന് ലിക്വിഡ് പാർട്ടിയുടെ പ്രചാരണ തന്ത്രം തന്നെ വ്യക്തമാക്കുന്നു. ഖാംനെയ്ക്കും എർദോഗനുമൊപ്പം മംദാനിയെ ശത്രുവാക്കി ചിത്രീകരിക്കുന്ന ബോർഡുകൾ ടെല്ലവീവിൽ വരുമ്പോൾ ഒരു ന്യൂയോർക്ക് മേയറെ ആഗോള നേതാക്കൾക്കൊപ്പം ഭീഷണിയായി കാണേണ്ടി വരുന്നത്ര ശക്തമായി അദ്ദേഹത്തിൻ്റെ ധാർമ്മിക ശബ്ദം മുഴങ്ങുന്നു എന്നാണ് അതിനർത്ഥം. മംദാനി ഒരു വ്യക്തി മാത്രമല്ല. അധിനിവേശ രാഷ്ട്രീയത്തിനും സൈനിക സഹായത്തിനുമെതിരെ അമേരിക്കയിൽ വളർന്നു വരുന്ന ഒരു പുതിയ ധാർമ്മിക ബോധത്തിൻ്റെ, ഒരു തലമുറയുടെ പ്രത്യാശയുടെ പ്രതീകമായി അദ്ദേഹം ഉയർന്നു കഴിഞ്ഞു. ഇതാണ് മംദാനിയുടെ രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ ശക്തി.
സ്ഥിരത. മേയർ പദവിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെ അയാൾ തൻ്റെ രാഷ്ട്രീയത്തിൽ ഇളവ് വരുത്തുന്നില്ല. പ്രീണന വഷളത്തരങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഹിന്ദുത്വ രാഷ്ട്രീയത്തോടും ഗസയിലെ കുരുതിയോടും അദ്ദേഹം ഒരേ ധാർമ്മിക ഭാഷയിലാണ് സംസാരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഒരു നിലപാടേ ഉള്ളൂ: മനുഷ്യത്വത്തിൻ്റെ, തുല്യതയുടെ, ഉൾച്ചേരലിൻ്റെ നിലപാട്. അധികാരത്തിൻ്റെ സൗകര്യത്തിനനുസരിച്ച് നിലപാട് മാറ്റാത്ത, ജനപ്രീതിക്ക് വേണ്ടി സത്യം മറച്ചുവെക്കാത്ത ഈ അപൂർവ ധാർമ്മിക ഏകത്വമാണ് മംദാനിയെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രതീക്ഷയാക്കി മാറ്റുന്നത്. ഇന്ത്യൻ വംശജനായ ഒരു അമേരിക്കൻ മേയർ തൻ്റെ വേരുകൾ ഉപേക്ഷിക്കാതെ ഭൂരിപക്ഷവാദ രാഷ്ട്രീയത്തെയും ആഗോള അധിനിവേശ ക്രൂരതയെയും ഒരേ ധൈര്യത്തോടെ ചോദ്യം ചെയ്യുന്നത് ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. മാഡിസൺ സ്ക്വയർ ഗാർഡനിലെ RSSൻ്റെ ആഘോഷം കയ്യടികളോടെ അവസാനിച്ചാലും മംദാനി എന്ന നഗരപിതാവിൻ്റെ വിയോജിപ്പ് അവിടെ മുഴങ്ങി നിൽക്കും. എല്ലായിടത്തും കയറിപ്പറ്റാമെന്നും എല്ലാവരുടെയും പ്രിയങ്കരായി മാറാമെന്നുമുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അതിമോഹം ആ മുഴക്കത്തിൽ വിളറിപ്പോകും. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.